ഇന്റേണൽ ട്രെയിനിങ്ങിനായി റെക്കോർഡ് ചെയ്യപ്പെടാവുന്നതാണ്. നമസ്കാരം, ഐഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഐഡിയ തന്നെ, ഞാൻ തന്നെയാണ്, സന്തോഷം തന്നെയാണ്. അത് എനിക്ക് പറഞ്ഞോളൂ. പറഞ്ഞോന്ന് പറഞ്ഞ എന്റെ സാറെ, ഞാൻ ഈ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാട്ട് ഇപ്പൊ എനിക്ക് കട്ടായി കിട്ടണം. ഓക്കെ, താങ്കൾ തീർച്ചയായും സഹായിക്കുന്നതാണ്. താങ്കളുടെ പേരൊന്ന് പറയാമോ? എന്നെയിപ്പോ സഹായിക്കാൻ ഒറ്റാളില്ല. ഒരു ഉറുപ്പ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ട് ഒരാൾ 20 ഉറുപ്പ് എനിക്ക് തരാൻ ഒറ്റാളും ഇല്ല അവിടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ സഹായിക്കാൻ ഒരാളും ഇല്ല. ഞാൻ പറയാണ്ട് കേൾക്കണ്ട. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സില്ല, കോഴിക്കുഞ്ചില്ല, കോവരമത്തല്ലാണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എനിക്ക് ഈ പാട്ടൊന്ന് കട്ട് ചെയ്ത് തരണം എനിക്ക്. ഓക്കെ, താങ്കൾ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിരുന്നോ? ഏത് നമ്പറിലേക്ക് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ മയില് ഞാൻ എന്ന് പറയാം, ഞാൻ ഇതും കൂടി 3ാമത്തെ ട്രിപ്പാ വിളിക്കണത്. ഇനി ഞാൻ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ വല്ല തെറി പറയും കേട്ടോ. അമ്മയാണ് സത്യം. പൊന്നെ ഞാൻ പറയും ഞാൻ പറയുന്നതിന് മുന്നേ ആ സാധനം കൊണ്ട് കട്ട് ചെയ്ത് തരുമെന്ന് പറയും. നിങ്ങൾക്ക് ഭംഗി അന്ന് എന്റെ അമ്മത്തെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളെ വിളിച്ച് അന്ന് പറയുന്നറിയോ, എന്റെ പൈസ 20 രൂപ കയറ്റത് പോയെന്ന് പറയുമ്പോ നിങ്ങളന്ന് കൊണ്ടേ പറയുന്നറിയോ എന്റെ അടുത്ത്. എന്നാ പറയുന്നറിയോ? കേൾക്കണ്ടോ നീ? ഹലോ. ഓക്കെ, അതൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫോർമാലിറ്റീസ് വാക്കാണ്. ഈ ഓക്കെ അതൊക്കെ അതൊന്നും പറയാൻ നിൽക്കണ്ട. അതൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോളാം. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാനായിട്ട് നീ പറ. നീ വലിയ കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. പൂണ്ട എന്റെ കൈയുള്ള കാശും പിടിച്ചിട്ട് നീ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് മന്ത്രി വിളിക്കാൻ നിൽക്ക്. എന്റെ അടുത്ത് മന്ത്രി വിളിക്കാൻ നിൽക്ക്. ഞാൻ ഒരു കാര്യം പറയാലോ, സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മേലൊക്കെ എന്റെ മൊബൈലിൽ പാട്ടുണ്ടെന്ന് പറയുന്നത് ഇനി ഞാനില്ലേ. ഹലോ ഹലോ. ഓക്കെ, താങ്കൾ മാന്യമായിട്ട് സംസാരിക്കുക. താങ്കൾ കട്ട് ചെയ്യാനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞിട്ടുണ്ട്. 5676 വിളിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ക്യാൻസൽ ആകും. നിർത്ത്. ഇനി ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ ഞാൻ മാന്യമായിട്ട് സംസാരിക്കാ പറ. എന്റെ അമ്മ വെച്ചാൽ സുഖമില്ലാണ്ട് നടക്കുമ്പോ എനിക്കൊരു ഫോൺ കോൾ ചെയ്യാൻ കാശില്ലാണ്ട് നീ എന്റെ കാശ് കൂടുതലായിട്ട് പിടിച്ചിട്ട് ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ മാന്യമായിട്ട് സംസാരിക്കാൻ? നീ ഒന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ എന്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഒരുപാട് ചാൻസുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്റെ വീടിന്റെ പരിസരത്ത്. ഞാൻ അതൊക്കെ മിസ്സാക്കിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ചെറിയ കാര്യങ്ങൾ പറയാലോ. എന്റെ പൊന്നെ ദൈവത്താൻ സത്യം തള്ളേ, ഞാൻ ചെറിയൊരു കാര്യം പറയാ. എനിക്ക് സംഗതി എന്റെ കാശ് പോയിണ്ട്. നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയ എനിക്ക് സന്തോഷമായി. നീ എവിടെ വരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിപ്പോ സെക്കൻഡ് നേരം കൊണ്ട് അവിടെ എത്താം. ഞങ്ങളുടെ പോലെ പാലക്കാടാണെങ്കിലും ഞങ്ങളെന്ന് പറഞ്ഞാൽ തൃശ്ശൂരല്ല, എറണാകുളത്ത് പണിയും ഞങ്ങൾ വരാൻ തയ്യാറാണ്. തള്ളേ നിങ്ങൊന്ന് കണ്ടു കിട്ടിയാൽ മാത്രം മതി. കാണാൻ പറ്റുമോ? പറ്റില്ല. അത് എന്താണ് ചോദിക്കേ, അത് ഒരു ആണുങ്ങളുടെ ഒരു ഇതല്ല. അത് ഒരു ആണുങ്ങൾക്ക് പറ്റിയതല്ല. നീ ഇപ്പൊ ഈ പറഞ്ഞ വാക്ക്. ഞാൻ ചെറിയ കാര്യം പറയാലോ. പൂറി മോനെ, എന്റെ ഈ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കയറിയില്ലെന്ന് പറയാ പൂണ്ണ ഞാൻ നായിക്ക് വിളിക്കുന്നവരെ വിളിക്കും കേട്ടോ. ഇനിയും വിളിച്ചിട്ട് പൂണ്ട ഞാൻ ഉള്ള കാര്യം പറഞ്ഞില്ല. എന്റെ 20 രൂപ പോയിട്ടുണ്ട്. ആ 20 രൂപ എന്റെ മൊബൈലിൽ കയറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊണ്ടിച്ച് പോകാൻ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയണ വാക്ക് പറയും കേട്ടോ. ഫോൺ വെച്ചിട്ട് പോടാ നീ കൊണ്ട. ഞാൻ ഇനി പറയണ വാക്കാണ് മാറും. നീ ഇനിയിപ്പോ പോയ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഐഡിയന്റെ ഒരു കാർ നീ കട്ട് ചെയ്ത് കളയായിരിക്കും. എനിക്ക് BSNL ഉണ്ട്, മറ്റേ എയർടെൽ ഉണ്ട്, മറ്റേ വോഡാഫോൺ ഉണ്ട്, എല്ലാ ഫോണുണ്ട്. നിന്റെ പോയ എനിക്കൊരു 4 ഗ്രാമ പോയ പോലെയാണ്. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരുപാട് മസിൽ പിടിക്കാൻ നിൽക്കണ്ട. സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോയ കാശ് കയറ്റി വിട്ടാൽ നിനക്ക് നന്നു, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നഞ്ഞേടാ. നിന്നെ ഞാൻ ഇനിയും വിളിക്കും. ഇന്നല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാലും ഞാൻ വിളിക്കും കേട്ടാ. എന്നാടാ ഒന്നും മിണ്ടാത്തേ. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ വിളിച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാലും വിളിക്കണം. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ഊമ്പി ഇടപാടില്ല, അത് ആദ്യം നിർത്ത്. ഓക്കെ, താങ്കൾ വിളിച്ചോളൂ, പക്ഷെ എന്നെ കിട്ടില്ല, വേറെ ആളെ കിട്ടുള്ളൂ. വേറെ ഏത് അപ്പനെ കിട്ടിയാലും ശരി എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കും. നീ വിളിച്ചോളൂ. എത്ര വേണമെങ്കിൽ താങ്കൾക്ക് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാവുന്നതാണ്. അതിന് ഞാനൊരു തടസ്സവും പറയാം. ഇവിടെ ഒരുപാടെണ്ണം കഴിഞ്ഞിരിക്കണം. ഇവിടെ ഒരുപാടെണ്ണം കഴിഞ്ഞിരിക്കണം. നീ എന്ന് പറഞ്ഞാൽ മസിൽ പിടിക്കാൻ മാത്രം നിൽക്കാൻ നിൽക്കല്ലേ.
മസിൽ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സംഗതി പോളും. അത് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാന്നറിയോ? ഞാൻ ഉള്ള കാര്യം പറയാലോ. സ്നേഹം നിലയ്ക്കാ പറയണത്. എന്റെ പൈസ അന്ന് ഞാൻ എത്ര വിഷമിച്ചെന്നുള്ളത് എനിക്കറിയോ. നിന്റെ അമ്മാനെപ്പ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പറയാൻ എനിക്ക് വിഷമമുണ്ടാവില്ലേ? ഉണ്ടാവോ? ഒന്നും മിണ്ടപ്പാ, ഒന്നും മിണ്ട, ഒന്ന് വർത്താനമായപ്പ നീ. ഹലോ, ഇപ്പോൾ താങ്കൾക്ക് എന്താണ് വേണ്ടത്? വർത്താനം പറ എന്ന് പറഞ്ഞു. ഞാൻ അതല്ലേ പറയുന്നത്. നിന്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞോട്ടെ. നിന്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും സംഭവത്തിന് നിക്ക് എന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? അത്രമാത്രം ഞാൻ ചോദിക്കുള്ളൂ. നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റിക്കും ഞാൻ നിനക്ക് എന്ന് പറയും വിളിക്കാൻ മൊബൈലിൽ കാശില്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഞാൻ അത്രമാത്രം ചോദിക്കുള്ളൂ. നീ എന്ത് ചെയ്യും അതൊന്ന് പറ. ഓക്കെ, താങ്കൾ ഇത്ര നേരം സംസാരിച്ചു. ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയും പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഈ സമയം വരെ ഞാൻ നിന്നോട് സംസാരിച്ചില്ല. നിനക്കുണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും അപ്പനും അമ്മയും കെട്ടിയവളും കുട്ടികളൊക്കെ. എന്റെ അമ്മയൊക്കെ ഞാൻ പെണ്ണുകടിയുണ്ട്. ഈ പെണ്ണുകടിയില്ല എന്നുള്ള ഞാൻ നിന്റെ അടുത്ത് വന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്കത് അറിയുകയും ചെയ്യില്ല. സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണ് കെട്ടിച്ച് എന്റെ അമ്മാനത്തെ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ നിന്റെ അടുത്ത് ഞാൻ അന്ന് കരഞ്ഞു പറഞ്ഞു. അന്ന് ഞാൻ നിന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു. ആരെന്ന് പറഞ്ഞാൽ 20 പിടിക്കല്ലേ എന്നുള്ളത് പറഞ്ഞു. നീ അത് പിടിച്ചു. ഇന്ന് ഞാൻ നിന്റെ അടുത്ത് ഈ പറയണ്ട് ഊമ്പി. ഇന്നും ഞാൻ നിന്റെ അടുത്ത് ഞാൻ പറയണ്ട് എന്ന് പറയാ നീ പിടിച്ചോ. നീ ഈ പിടിക്കുന്നേലല്ലേ, ഈ പിടിക്കുന്നതിൽ അർത്ഥമില്ല കേട്ടാ. നിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ പിടിക്കും. നിന്നെ നീ കാശ് പിടിച്ചോ, ഞാൻ നിന്നെ ഒരു ദിവസം പിടിക്കും. ഞാൻ നീ വിചാരിക്കും ഞാൻ മറ്റേ എന്ന് പറഞ്ഞ ഐഡിയ കസ്റ്റമറിന്റെ മറ്റവനാണ്, മറ്റേ പൂർത്തിയവനാണെന്നുള്ളത്. എവിടെയും പറ്റി കാണും. എന്നെങ്കിലും ഒരു സന്ദർഭത്തിൽ കണ്ടുമുട്ടും നമ്മ തമ്മിട്ട്. ചിലപ്പോ ഒന്നില് നീ എന്ന് പറയും എനിക്ക് വഴിയേറിട്ട് ഞാൻ നിന്നോട് ചോദിക്കാം. അല്ലെന്ന് പറയും എനിക്ക് വഴിയേണ്ടി ഞാൻ നിന്നെ എന്റെ അടുത്ത് ചോദിക്കും. എന്നാലും ഞാൻ ചെറിയ കാര്യം പറയാലോ. വേണ്ട മോനെ, എന്താണ് എനിക്ക് അത്യാവശ്യമുള്ളവരെ ചെയ്യരുത്. അത് നീ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു പാട്ട് കയറ്റി വിട്ടിട്ട് ഹലോ പറയടാ. ഹലോ, കട്ടൊന്നും ചെയ്തില്ല അവർ. ഹലോ ഹലോ, കട്ടൊന്നും ആക്കിയില്ല. ഹലോ, ഇല്ല കട്ടായില്ലടാ. പറഞ്ഞോളൂ. അല്ല, ഞാൻ ചെറിയ കാര്യം പറയട്ടെ. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു പാട്ട് കയറ്റി വിട്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ എന്ന് പറയും പിടിച്ചാന്ന് പറഞ്ഞ് എനിക്ക് സങ്കടം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളൊരു പാട്ട് കയറ്റി വിട്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചാന്ന് പറഞ്ഞ് എനിക്ക് സങ്കടം ഉണ്ടാവില്ല. നിങ്ങൾ വെറുതെ ഈ ഐഡിയന്റെ മ്യൂസിക് ഈ സാധനം കയറ്റി വിട്ടിട്ട് ഈ പാട്ട് മറ്റേ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലുള്ള പൈസയും പിടിച്ചു കഴിഞ്ഞാൽ സംഗതി ആർക്കായാലും വിഷമം ഉണ്ടാവില്ല കേട്ടോ. ആർക്കായാലും വിഷമം ഉണ്ടാവും. എന്ന് പറഞ്ഞ അന്ന് എന്റെ ആ ഒരു അവസ്ഥ കൊണ്ട് പറഞ്ഞാണ് ഞാൻ ഇപ്പോഴും എന്ന് പറയും. ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് പറഞ്ഞാലും സോറി. അവൻ കട്ട് ചെയ്തു ഇല്ലല്ലോ, കട്ട് ചെയ്തില്ല നിനക്ക്. ഹലോ, പറഞ്ഞോളൂ. ഇത്ര നേരം ഞാൻ പറഞ്ഞാലും സോറി. എനിക്കെന്ന് പറഞ്ഞ അന്നത്തെ ആ വിഷമം എനിക്ക് പറഞ്ഞിട്ട് തീർന്നില്ല. അത് കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ സോറി പറയണു. കാരണം ഞാൻ ഒരുപാട് ചേർത്ത് പറഞ്ഞു. അതുകൊട്ടെ അങ്ങനെയല്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. താങ്കളുടെ ഭാഗത്ത് ഞാനാണെങ്കിലും ഇതേ രീതിയിലേ സംസാരിക്കുള്ളൂ. ഇതിപ്പോ നേരിട്ട് കണ്ടാണെന്ന് പറയാൻ നിങ്ങളെ ഞാൻ അപ്പൊ തന്നെയില്ലോ. നിങ്ങളിപ്പോ എന്റെ നേരിട്ട് വന്നിട്ട് എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ചെകളെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും ഇപ്പോ. ഓക്കെ, ഞാൻ നേരിട്ട് വന്നാലല്ലേ? നേരിട്ട് വന്ന നിങ്ങൾ വരില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് ടെലിഫോൺ ക്യാൻസൽ ചെയ്യാനായിട്ട് ഞാൻ അവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം 48 മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് ഇപ്പോ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഞാൻ അവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്കൾ മാന്യമായിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നീ ക്യാൻസൽ ചെയ്യാണ്ടിരിക്കാതെ നിന്റെ സൗകര്യം. സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോ ഒത്തിരി ഒരു മര്യാദയോടെ സംസാരിക്കുക കേട്ടാ. ശരി. അത് താങ്കൾ ആദ്യം മര്യാദ സംസാരിക്കാം. വിഷമമുണ്ടെങ്കിൽ താങ്കൾ അത് ഉള്ളിൽ ഒതുക്കാം. മാന്യമായിട്ട് രീതിയിൽ സംസാരിക്കാം. മാന്യമായിട്ട് സംസാരിച്ചാൽ ഞാൻ താങ്കൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു തരുന്നതാണ്. ശരി, അത് ഒത്തിരി മാന്യമായിട്ട് സംസാരിക്കാൻ നോക്ക്. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴിവുള്ളൂ കേട്ടോ. ശരി, നോക്കിയാ. താങ്ക്സ്.